പ്രിയ ദൈവമക്കളെ, നിങ്ങൾ എവിടെയെങ്കിലും നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ, പരിഹസിക്കപ്പെട്ടിട്ടുണ്ടോ, തളർന്നു പോയിട്ടുണ്ടോ? യേശു നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. എവിടെ നിങ്ങൾ ഭാരപ്പെട്ട്, എവിടെ നിങ്ങൾ തകർന്നു പോയോ, അവിടെ തന്നെ കർത്താവ് നിങ്ങളെ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. ഉറപ്പോടെ അവനെ വിശ്വസിച്ച് അവൻ്റെ ചിറകിൻ കീഴിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരിടത്തും നിങ്ങൾ പതറിപ്പോകാൻ കർത്താവ് ഇടയാകത്തില്ല. നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, യോസേപ്പ് തൻ്റെ സ്വപ്നത്തിൽ സഹോദരന്മാരോട് ഷെയർ ചെയ്യുമ്പോൾ സഹോദരന്മാർ അസൂയ മൂത്ത് യോസേപ്പിനെ പൊട്ടക്കിണറ്റിലിട്ടു. അവനെ മാക്സിമം ഉപദ്രവിച്ചപ്പോഴും അവൻ വിശ്വസ്തയോടെ കർത്താവിൻ്റെ ചെറിയ കീഴിൽ നിന്നപ്പോൾ അവനെ കർത്താവ് മാനിച്ചു. ഇതിനെ കേൾക്കുന്ന പ്രിയ മക്കളെ, നിങ്ങൾ എന്ത് ഭാരത്തോടിരിക്കുന്നു, എന്ത് പ്രതികൂലത്തോടിരിക്കുന്നു, യേശുവിൻ്റെ കൂടെ ഒന്ന് നിൽക്കാൻ റെഡിയാണെങ്കിൽ ഏത് പ്രതികൂലം വന്നാലും, ആരൊക്കെ നിങ്ങളെ നിന്ദിച്ചാലും, ആരൊക്കെ പരിഹസിച്ചാലും കർത്താവ് നിങ്ങളെ ഉയർത്തും. ആ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. യേശുവിലേക്ക് സമർപ്പിക്കുക, യേശുവിൽ ആശ്രയം വയ്ക്കുക. അത് വചനം പറയുന്ന 118 സങ്കീർത്തനം 8 വാക്യം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇന്ന് യേശുവിലൊന്ന് ആശ്രയിക്കാൻ റെഡിയാണെങ്കിൽ ഈ വചനം ഒന്ന് ഏറ്റെടുത്തുകൊണ്ട്, എൻ്റെ കൂടെ എൻ്റെ യേശുവുണ്ട്, നിന്ദിക്കുന്നവർ ഒന്നുപിൽ മാനിക്കുന്ന കർത്താവിൻ്റെ കൂടെയുണ്ട്. ആ ഉറപ്പോടെ ഓരോ കാര്യം ചെയ്യുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.